തിരിച്ചെത്തിയവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഖത്തറിലെ അവസ്ഥ. അപ്രതീക്ഷിതമായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയ പ്രഖ്യാപനം. അതിനെ ഞെട്ടലോടെയാണ് കേട്ടത്. മലയാളികളടക്കമുള്ളവർക്ക് നിലവിലവിടെ പ്രശ്നങ്ങളില്ല. മലയാളിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ആഭ്യന്തര പ്രശ്നങ്ങളൊന്നുമില്ല. ടിക്കറ്റ് എടുത്താലും കുറച്ച് ബുദ്ധിമുട്ടെന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നമ്മളൊന്നും അങ്ങനെ ഒരു അറിയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇതാക്കില്ല. ഉപരോധം പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. സൂപ്പർ മാർക്കറ്റുകളടക്കം കാലിയായി. വിമാനത്താവളങ്ങളിൽ പോലും ഖത്തർ റിയാൽ മാറ്റാൻ സാധിക്കുന്നില്ല. കറൻസി മാറുന്ന ഞാനിപ്പോൾ ഇവിടെ ഉള്ളിൽ എൻ്റെ കറൻസി മാറാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഖത്തറിലെ പ്രശ്നം കൊണ്ട് കറൻസി മാറ്റി കിട്ടില്ല. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വന്ന് കണ്ടമാന അറബികൾ സാധനം വാങ്ങിച്ചു പോകുന്ന മാളിലും ഒക്കെ ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു ഇന്നലെ. നിരവധി പേരാണ് ടിക്കറ്റ് ലഭിക്കാതെ ഖത്തറിലുള്ളത്. അവധിക്കാലം ആരംഭിച്ചതോടെ ഇനിയും നാട്ടിലേക്ക് എത്തുന്ന മലയാളികളുടെ എണ്ണം കൂടുമെന്നാണ് തിരികെ എത്തുന്നവർ പറയുന്നത്. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഖത്തറിൽ നിലവിലുള്ളതെന്നാണ് അവിടെ നിന്നുള്ള യാത്രക്കാർ പറയുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് എന്തായി തീരുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. യാസ്പി റാമിനൊപ്പം എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.